നമസ്കാരം. കൃഷ്ണകൃഷ്ണൻ നമാമി എന്ന നമ്മുടെ ഭഗവാന്റെ പേജിലേക്ക് ഇന്ന് ഒരു യാത്രയാണ്. അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷോപ്പിംഗ് ആണ്. നമ്മൾ കോയമ്പത്തൂരിലുള്ള പോത്തീസിലാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1923 KV പോത്തി മൂപ്പനാർ എന്ന പേരിലാണ് ഇന്ന് കാണുന്ന പോത്തീസ് പ്രവർത്തിച്ചിരുന്നത്. സ്വന്തം നെയ്ത്തുശാലയിൽ സാരി, കോട്ടൺ സാരികൾ, ധോത്തികൾ, ടവലുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിറ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സ്ഥാപനമായിരുന്നു അത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അത് പോത്തീസായി മാറുകയായിരുന്നു. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കുടുംബ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളിലൊന്നായി മാറുകയും കേരള, കർണാടക തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, പോത്തീസ് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നല്ല നല്ല സെലക്ഷൻ ഉണ്ട്. അതിനേക്കാളും നല്ല വിലക്കുറവിൽ, അതായത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന, അതായത് നമ്മൾ ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ വില ചോദിക്കുമ്പോൾ ചിലപ്പം അധിക പ്രാവശ്യവും നമ്മളത് വേണ്ടാന്ന് വെക്കുക ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വില കണ്ടിട്ട്. പക്ഷേ ഇത് ഭയങ്കര റീസണബിൾ പ്രൈസാണ്. സാരി, ചുരിദാർ, കുട്ടികളുടെ സെക്ഷൻ, പിന്നെ ബെഡ്ഷീറ്റ്, പില്ലോസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല വിലക്കുറവിലാണ് സാധനങ്ങൾ കിട്ടുന്നത്. വിലക്കുറവ് മാത്രമല്ല, നല്ല സെലക്ഷനും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്റ്റാഫാണ്. വളരെ നല്ല പെരുമാറ്റവും, നമുക്ക് ഇത് ഇപ്പോൾ ഒറ്റക്കൊക്കെ ഒരാൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ചെയ്യണോ, എടുക്കുക പറ്റുമോ ഇല്ലയോ, പിന്നെ ഭംഗിയുണ്ടോ, ഇതൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു സ്റ്റാഫാണ്. നമുക്ക് ഫീൽ ചെയ്യുക അവരെ സാധനം എടുപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു കസ്റ്റമറെ കംഫർട്ടും കൂടി അവർ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഭയങ്കര പറഞ്ഞ അത്രയും, എത്ര നല്ലതാക്കി പറഞ്ഞാലും കുറഞ്ഞു പോകും. ആ രീതിയിലുള്ള സ്റ്റാഫുകളാണ്. നല്ല പെരുമാറ്റമുള്ള സ്റ്റാഫുകളാണ്. പിന്നെ നമ്മളൊരു ഡ്രസ്സ് നോക്കുമ്പം അതായത് ചില കടകളിൽ നമ്മൾ പോയാൽ അവരെ സ്റ്റാഫുകളെ ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കൂടുതൽ നോക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പല സമയത്തും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഇത് അങ്ങനെയൊന്നുമല്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടും, പിന്നെ നമുക്ക് സാരി ഇട്ട് തന്നിട്ടും ഒരു ദേഷ്യപ്പെടാതെയും, നമ്മൾ എത്ര ഡ്രസ്സ് നോക്കിയാലും അവർക്ക് ഒരു ദേഷ്യം ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെയും കാണിച്ചു തരും. ചിരിച്ച മുഖത്തോടെ നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. പിന്നെ ഈ ഷോളിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടത്. ഷോളൊക്കെ നല്ല വിലക്കുറവിലാണ്. പിന്നെ എല്ലാ സൗകര്യങ്ങളുണ്ട്. എസ്കലേറ്ററുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുമ്പ് ഇതൊരു മീറ്റർ തുണിയാണ്, അതായത് സാരി ആയിട്ട് നമുക്ക് മുറിച്ച് വാങ്ങാം, അങ്ങനെയുള്ള മെറ്റീരിയൽസ്. പിന്നെ ഇത് ഈ അരയിൽ കിട്ടുന്നില്ലേ, ഇപ്പോൾ നമ്മൾ സാരി എടുത്തു കഴിഞ്ഞാലൊക്കെ കിട്ടുന്നത്, അതൊക്കെ പലതരം മോഡലിലുണ്ട്, പലതരം പ്രൈസിലും ഉണ്ട്. പിന്നെ കഴിഞ്ഞ മാസം ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു കിളി ജോത്സ്യൻ ഉണ്ടായിരുന്നു. പിന്നെ മെഹന്തി, നമ്മൾ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബില്ല് കാണിച്ചാൽ നമുക്ക് കൈയിൻ്റെ ഒരു സൈഡിൽ മെഹന്തി ഇട്ട് തരും ഒരു ഫ്രീ ആയിട്ട്. പിന്നെ നെയിൽ ആർട്ടും ഉണ്ടായിരുന്നു. അതും ഒരു ബില്ലിൽ നമുക്ക് നെയിൽ ആർട്ടും ചെയ്യാം, മെഹന്തിയും ചെയ്യാം. പിന്നെ കിളി ജോത്സ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പം അതില്ലായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ കുറേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. സാരി എന്നൊക്കെ പറഞ്ഞാൽ സിൽക്ക് സാരി ടൈപ്പ്, പട്ട് സാരി, ഇതൊക്കെ നല്ല വിലക്കുറവിൽ സാരികളുണ്ട്. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു 1000 അകത്താണ് ഇതിനൊക്കെ പ്രൈസ് വരുന്നത്. ഇനിയിപ്പോൾ ആടി സെയിലിൽ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടാവും. നല്ല രീതിയിലുള്ള ഒരുപാട് സാരികളും, പിന്നെ നമുക്ക് ഈ സാരി ആയിട്ട്, അതിപ്പോൾ പല ഷോപ്പിലുണ്ട്, നമ്മളെ സാരി ആയിട്ട് തന്നെ ഉടുത്ത് കാണിക്കുന്നത്, അങ്ങനെയുണ്ട്. ഈ സാരി കുറച്ച് റേറ്റ് ഉള്ളതാണ്. ഇത് 2000 മേലെ വരും. ഇതൊരു 1000 ആണ്. അപ്പോൾ അങ്ങനെ ഈ 1000 ഈ സാരി നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് നന്നായിട്ടുണ്ടാവും കേട്ടോ ഇവിടെ വരുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഒരു സാരി എടുത്തിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സ്, പിന്നെ ഒരു കുഞ്ഞു വാവേൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ താഴത്ത് നിലയിൽ സാരി ഉണ്ട്. പിന്നെ സെക്കൻഡ് ഫ്ലോറാണ് ചുരിദാർ, അതൊക്കെ.
പിന്നെ കിഡ്സ് സെക്ഷൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ്, പില്ലോ കവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെ ഏറ്റവും താഴെ ബേസ്മെൻറ്റിലാണ് കിഡ്സ് സെക്ഷൻ ഉള്ളത്. പിന്നെ അതിലും ഭയങ്കര നല്ല സെലക്ഷനുകളൊക്കെ ഉണ്ട്. പിന്നെ കേരള സാരി ഇവിടെ ഇപ്പോൾ ഒരു ട്രെൻഡാണ്. നമുക്കവിടെ കേരളത്തിൽ കുറേ തമിഴ്നാട് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളതല്ലേ നമുക്ക് ട്രെൻഡ്. അതുപോലെ ഇവിടെ കേരള സാരി ഇവർക്ക് ട്രെൻഡാണ്. ഈ ഒരു സാരി കണ്ടോ, ഇതിന് 350 ആണ് ഈ സാരീൻ്റെ റേറ്റ്. അപ്പോൾ വളരെ അതിൻ്റെ സൈഡിൽ ചെണ്ടൊക്കെ വെച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഇതൊക്കെ ഒരു 500ൻ്റെ അകത്ത് വരുന്ന സാരികളാണ്. അങ്ങനെ ഇതൊക്കെ ഒരു സാരിയുടെ മായാലോകങ്ങളാണ്, വർണ്ണവിസ്മയം. ഇത്രയേറെ സാരികളുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ പട്ട് സാരി. ഇതൊക്കെ ഇവർ കാണിച്ചു കൊടുക്കുകയാണ് സാരികൾ. പിന്നെ ഇതും ഞങ്ങൾ നോക്കിയ സാരിയായിരുന്നു. ഇത് സാരികളുടെ ഒരു ലോകം തന്നെ, കണ്ടാലും നമുക്ക് മതിയാവില്ല, പിന്നെയും നോക്കും. ഇത് തമിഴ്നാട്ടിലെ ഒരു ആചാരമാണ്. പല മൂവീസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ അവരുടെ കല്യാണത്തിന് പിന്നെ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ നമ്മൾ ഒരു കോയിനോ അല്ലെങ്കിൽ ഒരു റിങ്ങോ ഇട്ടിട്ട് അതിൽ നിന്ന് ചെക്കനും പെണ്ണും കൂടെ രണ്ടാളെ കൈ ഒന്നിച്ച് ആ പാത്രത്തിലിട്ടിട്ട് ആർക്കാണ് അത് കിട്ടുന്നതെന്ന് നോക്കാനുള്ളൊരു സംഭവം. അപ്പോൾ ഇത് വെഡ്ഡിങ് സെക്ഷനിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യമാണത്. പിന്നെ ലെഹങ്കകൾ, പാർട്ടി വെയേഴ്സായ കുറേ ഡ്രസ്സുകൾ, അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ഡ്രസ് മെറ്റീരിയൽസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. പൂജയും കാര്യങ്ങളൊക്കെ ആയി. ഗണപതി ഭഗവാനുള്ള പൂജ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രസാദമൊക്കെ കേസരി എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. ഞാൻ മുമ്പും പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങളിലേക്കും കൂടി എത്തിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോഴാണ് ഇതിൻ്റെ പല ഭാഗങ്ങളും എനിക്കും അറിയാൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. കൃഷ്ണപക്ഷം നമാമ്യം.